ഹലോ, വെൽക്കം ടു ബി ഫോർ യു. ഇന്ന് നമ്മൾ നോക്കുന്നത് സെപ്റ്റംബർ മാസത്തിലെ രണ്ടാം ലക്കത്തിൽ വന്നിട്ടുള്ള PSC ബുള്ളറ്റിനിലെ കറണ്ട് അഫേഴ്സാണ്. ഇതിൻ്റെ ഒരു ഭാഗം നമ്മൾ പാർട്ട് 2 എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പാർട്ട് 2ൻ്റെ കണ്ടിന്യൂവേഷനാണ് കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം, ഭരണവുമായി ജനങ്ങളെ നേരിട്ട് ബന്ധിപ്പിക്കാൻ മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്ന സിറ്റിസൺ കണക്റ്റ് സെൻറ്റർ സംവിധാനം ആരംഭിച്ച് കേരളം. ഭരണവുമായി ജനങ്ങളെ നേരിട്ട് ബന്ധിപ്പിക്കാൻ മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്ന സിറ്റിസൺ കണക്റ്റ് സെൻറ്റർ സംവിധാനം ആരംഭിച്ച് കേരളം. ഇനി, ഗഗൻയാൻ ദൗത്യത്തിലെ ബഹിരാകാശ യാത്രികരുടെ പേടകത്തെ സുരക്ഷിതമായി തിരിച്ചിറക്കുന്നതിനുള്ള ഇൻ്റഗ്രേറ്റഡ് എയർ ഡ്രോപ്പ് ടെസ്റ്റ് IADT-01 ISRO വിജയകരമായി പരീക്ഷിച്ചു. ഗഗൻയാൻ ദൗത്യത്തിലെ ബഹിരാകാശ യാത്രികരുടെ പേടകത്തെ സുരക്ഷിതമായി തിരിച്ചിറക്കുന്നതിനുള്ള ഇൻ്റഗ്രേറ്റഡ് എയർ ഡ്രോപ്പ് ടെസ്റ്റ് IADT-01 ISRO വിജയകരമായി പരീക്ഷിച്ചു. ഇനി, ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ AI അധിഷ്ഠിത മീഡിയം ഓൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് കോമ്പാക്റ്റ് ഡ്രോണാണ് കാലഭൈരവ്. ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ AI അധിഷ്ഠിത മീഡിയം ഓൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് കോമ്പാക്റ്റ് ഡ്രോണാണ് കാലഭൈരവ്. ഇനി, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന വ്യോമ പ്രതിരോധ സംവിധാനമാണ് സുദർശൻ ചക്ര. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന വ്യോമ പ്രതിരോധ സംവിധാനമാണ് സുദർശൻ ചക്ര. ഇനി, അങ്കിലോസോറസ് ഡൈനോസറുകളുടെ ജീനസായ സ്പൈക്കോമെല്ലസ് എന്ന ഇനം ഡൈനോസറിൻ്റെ ഫോസിൽ മൊറോക്കൻ പട്ടണമായ ബൗൾമാനിൽ കണ്ടെത്തി. അങ്കിലോസോറസ് ഡൈനോസറുകളുടെ ജീനസായ സ്പൈക്കോമെല്ലസ് എന്ന ഇനം ഡൈനോസറിൻ്റെ ഫോസിൽ മൊറോക്കൻ പട്ടണമായ ബൗൾമാനിൽ കണ്ടെത്തി. 2025 രമൺ മാഗ്സസെ പുരസ്കാരം പിന്നാക്ക ഗ്രാമങ്ങളിലെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഇന്ത്യൻ സന്നദ്ധ സംഘടനയായ എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലിന് ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ സംഘടനയാണിത്. ഏഷ്യൻ നൊബേൽ എന്നാണ് ഈ പുരസ്കാരം അറിയപ്പെടുന്നത്. 67ാമത് പുരസ്കാര വിതരണമാണ് ഇത്തവണത്തേത്. ഫിലിപ്പീൻസ് മുൻ പ്രസിഡന്റ് രമൺ മാഗ്സസെയുടെ പേരിലാണ് എല്ലാ വർഷവും ഈ പുരസ്കാരം നൽകുന്നത്. 1957 ഈ പുരസ്കാരം ഏർപ്പെടുത്തിയത്. $50,000 സമ്മാനത്തുക. എന്താണ് രമൺ മാഗ്സസെ പുരസ്കാരം? 2025 രമൺ മാഗ്സസെ പുരസ്കാരം പിന്നാക്ക ഗ്രാമങ്ങളിലെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഇന്ത്യൻ സന്നദ്ധ സംഘടനയായ എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലിന് ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ സംഘടനയാണിത്. ഏഷ്യൻ നൊബേൽ എന്നാണ് ഈ പുരസ്കാരം അറിയപ്പെടുന്നത്. 67ാമത് പുരസ്കാര വിതരണമാണ് ഇത്തവണത്തേത്. ഫിലിപ്പീൻസ് മുൻ പ്രസിഡന്റ് രമൺ മാഗ്സസെയുടെ പേരിലാണ് എല്ലാ വർഷവും ഈ പുരസ്കാരം നൽകുന്നത്. 1957 ഈ പുരസ്കാരം ഏർപ്പെടുത്തിയത്. $50,000 സമ്മാനത്തുക. ഇനി, പ്രൊഫസർ MP മൻമഥൻ അവാർഡ് ബിഷപ്പ് ഡോക്ടർ ജോഷുവ മാർ ഇഗ്നാത്തിയോസിന്. പ്രൊഫസർ MP മൻമഥൻ അവാർഡ് ബിഷപ്പ് ഡോക്ടർ ജോഷുവ മാർ ഇഗ്നാത്തിയോസിന്. ഇനി, ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് അന്താരാഷ്ട്ര പുരസ്കാരം ഡോക്ടർ ടെസി തോമസിന്. ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് അന്താരാഷ്ട്ര പുരസ്കാരം ഡോക്ടർ ടെസി തോമസിന്. ഇനി, MK സാനു ഗുരുപ്രസാദ പുരസ്കാരം സാഹിത്യകാരൻ NS മാധവന്. MK സാനു ഗുരുപ്രസാദ പുരസ്കാരം സാഹിത്യകാരൻ NS മാധവന്. ഇനി, ഇന്ത്യയുടെ 15ാമത്തെ ഉപരാഷ്ട്രപതിയായി തമിഴ്നാട് തിരുപ്പൂർ സ്വദേശിയായ
CP രാധാകൃഷ്ണൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യയുടെ 15ാമത്തെ ഉപരാഷ്ട്രപതിയായി തമിഴ്നാട് തിരുപ്പൂർ സ്വദേശിയായ CP രാധാകൃഷ്ണൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇനി സാമൂഹിക മാധ്യമങ്ങൾ നിരോധിച്ചതിൻ്റെ പേരിൽ ജൻസി വിപ്ലവം എന്ന പേരിലുള്ള പ്രക്ഷോഭം നേരിട്ട് നേപ്പാൾ. സാമൂഹിക മാധ്യമങ്ങൾ നിരോധിച്ചതിൻ്റെ പേരിൽ ജൻസി വിപ്ലവം എന്ന പേരിലുള്ള പ്രക്ഷോഭം നേരിട്ട് നേപ്പാൾ. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ 4ാമത്തെ സൈനിക വ്യോമതാവളം തെക്കൻ ലഡാക്കിലെ ന്യോമയിൽ നിലവിൽ വരുന്നു. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ 4ാമത്തെ സൈനിക വ്യോമതാവളം തെക്കൻ ലഡാക്കിലെ ന്യോമയിൽ നിലവിൽ വരുന്നു.